أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان من صلصال من حمأ مسنون والجان خلقناه من قبل من نار السموم. സൂറത്തുൽ ഹിജ്റിലെ 26-7 ആയത്തുകൾ. വലഖദ് ഖലഖ്ന, നാം സൃഷ്ടിച്ചിട്ടുണ്ട്, അൽ ഇൻസാന, മനുഷ്യനെ. അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തെ മൊത്തത്തിൽ എന്നർത്ഥം. മിൻ സൽസാലിൻ, ഉണങ്ങിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിൽ നിന്ന്, അഥവാ മൺപാത്രം പോലെ ഒച്ചയുണ്ടാക്കുന്നത് എന്നാണ് സൽസാൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. മിൻ ഹമഇൻ, കറുത്തതായ. മസ്നൂൻ, സിന്ന് അഥവാ കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച എന്നർത്ഥം. വൽ ജാന്ന, ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന എന്ന് പറഞ്ഞതുപോലെ വലഖദ് ഖലഖനൽ ജാന്ന. ഖലഖ്നാഹു, നാം അതിനെ സൃഷ്ടിച്ചു. മിൻ ഖബ്ലു, മുമ്പ്. മിൻ നാരിസ് സമൂം, മിൻ നാരിൻ, തീയിൽ നിന്ന്. അസ്സമൂം, സമൂം എന്ന് പറഞ്ഞാൽ തീക്കാറ്റാണ് വാക്കിൻ്റെ അർത്ഥം, അഥവാ പറക്കുന്ന തീ. അതിനാണല്ലോ ജ്വാല എന്ന് പറയൽ. അങ്ങനെ തീജ്വാലയിൽ നിന്ന് സൃഷ്ടിച്ചു. ആകാശത്തെക്കുറിച്ച്, പിന്നീട് ഭൂമിയെ സംബന്ധിച്ച്, അതിലെ വസ്തുക്കളെ സംബന്ധിച്ച്, മനുഷ്യൻ്റെ ജീവിതവും മരണവും ശേഷമുള്ളതും ഒക്കെ അള്ളാഹുവിൻ്റെ പക്കലാണ് എന്ന്, മരിച്ചുപോയവരെയും ജനിക്കാനിരിക്കുന്നവരെയും ഒക്കെ അള്ളാഹു താല അറിഞ്ഞിട്ടുണ്ടെന്ന്, അവൻ്റെ യുക്തിയുടെ അനിവാര്യമായ തേട്ടമാണ് അവരെ വീണ്ടും ഒരുമിച്ച് കൂട്ടുക എന്ന്, ഇത്രയും കാര്യങ്ങളാണ് മുകളിൽ പറഞ്ഞത്. ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യനായത്, കുറേ ജന്തുക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുകളിൽ. നിങ്ങൾ റിസ്ക് കൊടുക്കുന്നതല്ലാത്ത ജന്തുക്കൾക്കും റിസ്ക് അല്ലാഹു തആല കൊടുക്കുന്നു. അങ്ങനെ ജന്തുക്കളിൽപ്പെട്ട ഒരു ജന്തുവാണോ മനുഷ്യൻ? അതല്ല, മറ്റ് ജന്തുക്കൾക്കില്ലാത്ത അസ്തിത്വവും വ്യക്തിത്വവും മനുഷ്യനുണ്ടോ? ഇത് വ്യക്തമാക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏതാനും ആയത്തുകളിൽ. മനുഷ്യൻ്റെ ജീവിതവും ഉൽപ്പത്തിയും മറ്റു ജന്തുക്കളുടെ ഉൽപ്പത്തിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത്, എല്ലാ ജീവനുള്ള ജന്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നാണ്. എന്നാൽ മനുഷ്യനെ വെള്ളത്തിൽ നിന്നല്ല സൃഷ്ടിച്ചത്, പകരം അത് കളിമണ്ണിൽ നിന്നാണ്. അതുപോലെ ഖുർആനിൻ്റെ പരാമർശവും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും വെച്ച് പഠിച്ചാൽ ഇന്ന് പ്രകൃതിയിൽ കാണുന്ന മിക്കവാറും എല്ലാ ജന്തുക്കളും വെള്ളത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും പിന്നീട് പരിണാമത്തിന് വിധേയമായി വ്യത്യസ്ത ജന്തുക്കളായി മാറുകയുമാണ് ചെയ്തത് എന്നാണ് പണ്ഡിതന്മാർ പലരും മനസ്സിലാക്കുന്നത്. ചിലർ അത് വച്ചിട്ട് മനുഷ്യനും അങ്ങനെ പരിണമിച്ചുണ്ടായതാണ് എന്ന് പറഞ്ഞു കളയുന്നുണ്ട്. ഖുർആനിൻ്റെ പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാകുക, മനുഷ്യനെ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏതോ ഒരു ജീവി കോലം മാറി മനുഷ്യനായി പോയതല്ല, പകരം മനുഷ്യനെ പ്രത്യേകമായി സൃഷ്ടിച്ചതാണ് അല്ലാഹു തആല. അക്കാര്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്
സൊൽസാൽ എന്നാണ്. പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മണ്ണിനെയാണ് യഥാർത്ഥത്തിൽ സൊൽസാൽ എന്ന് പറയുക. സൊൽസല എന്ന് പറഞ്ഞാൽ സൽസലത്തിൽ ജറസു, ബെല്ലിൻ്റെ മുഴക്കം അല്ലെങ്കിൽ മണിയുടെ മുഴക്കം എന്ന് ഹദീസിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ മണ്ണ് മുട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്നതായിരുന്നു എന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല. ആ മണ്ണ് ഉണക്കുകയാണെങ്കിൽ അത് മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന മണ്ണായിട്ട് മാറുമായിരുന്നു എന്നാണ് സൽസാലിൻ എന്ന് പറഞ്ഞാൽ. സൃഷ്ടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അതിനർത്ഥമില്ല. അതുപോലെ പിന്നീട് അത് ഹമ ആണ്. ഹമ എന്ന് പറഞ്ഞാൽ കറുത്തിരുണ്ട എന്നാണ് വാക്കിൻ്റെ അസലർത്ഥം. എങ്ങനെ കറുത്തിരുണ്ട? അസ്വദ്, കറുത്ത നിറമുള്ളത് എന്നല്ല, ജീർണിച്ചതിൻ്റെ ഫലമായിട്ട് കറുത്തുപോകുന്ന, അഥവാ ഈ കളിമണ്ണ് കുറേ നാൾ വെള്ളത്തിൽ കിടന്നാൽ നല്ല പശയുള്ള ഇരുണ്ട നിറമുള്ള ചെളി ആയിട്ട് മാറും. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പണ്ട് നിർമ്മാണത്തിന് വേണ്ടി അഥവാ ചുമര് വീട് കെട്ടാൻ ഒക്കെ ഉപയോഗിക്കുന്ന മണ്ണ് അത് അരിച്ചെടുത്ത് അതിലെ കല്ലുകളൊക്കെ നീക്കിയ ശേഷം കൂന കൂട്ടി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു തളമുണ്ടാക്കി അതിൽ വെള്ളം നിർത്തി പശമണ്ണാക്കിയെടുക്കുന്ന ഒരു പരിപാടി കാണാമായിരുന്നു. പ്രായമുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടാകും. ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആ പ്രക്രിയയാണ് ഈ പറയുന്നത്. മണ്ണിനെ പശപ്പുള്ളതാക്കിയെടുത്തു. അങ്ങനെ വെള്ളത്തിൽ കിടന്ന് പശ പിടിച്ച ഉണങ്ങിയാൽ ഒച്ചയുണ്ടാക്കുക. ആ മണ്ണിന് നല്ല ഉറപ്പുണ്ടാകും. നമ്മൾ ഈ ഓടിൻ്റെ മൺപാത്രത്തിൻ്റെ ഒക്കെ സ്ഥിതി, നല്ല ഉണങ്ങിയാൽ നല്ല ഉറപ്പുണ്ടാകും. അത് വെള്ളത്തിൽ കിടന്ന് പശിമ ആയിത്തീരുന്നതാണ്. മിൻ തീനിൽ ലാസിബ്, ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണിൽ നിന്ന് എന്നും മണ്ണിൽ നിന്ന് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അഥവാ ഉണങ്ങിക്കഴിഞ്ഞാൽ ശബ്ദമുണ്ടാകുന്ന തരത്തിൽ ഓടുപോലെയാകുന്നതും എന്നാൽ വെള്ളത്തിൽ കിടന്ന് ജീർണിച്ച് കറുത്തിരുണ്ട് പോയിട്ടുള്ളതും, അതുകൊണ്ട് തന്നെ ലാസിബ് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നതുമായ കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ ഉൽപ്പത്തി അറിയുന്നവനാണിത് പറയുന്നത്. നാം സൃഷ്ടിച്ചു എന്നാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിന് പുറമെ ദൈവങ്ങളായി കൊണ്ടാടപ്പെടുന്ന ഒരു ദൈവവും മനുഷ്യനെ ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് അവകാശപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, മനുഷ്യരാണ് അവരെ സൃഷ്ടിച്ചത്. മനുഷ്യർ താങ്ങി നടക്കുന്നില്ലെങ്കിൽ അവരൊന്നുമല്ല. അതിൽ ജീവനുള്ള ദൈവങ്ങൾ, ആൾ ദൈവങ്ങൾ വരെയുണ്ട്. അനുയായികൾ കൈവിട്ടാൽ അവർ വെറും ആളുകളായിട്ട് മാറും, ഒരു കഴിവുമില്ലാത്തവരാണ്. എന്നാൽ മനുഷ്യരഖിലം കൈവിട്ടാൽ പോലും അള്ളാഹുവിന് ഒരു കോട്ടവും തട്ടുകയില്ല. അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് നന്നായി അറിയുന്ന അള്ളാഹുവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത്, മനുഷ്യന് ജന്മം കൊണ്ട് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാനുള്ള ഒരു ന്യായവുമില്ല. മനുഷ്യരിൽ പലരും ശ്രേഷ്ഠത അവകാശപ്പെടാറുള്ളത് അവരുടെ ജന്മത്തിൻ്റെ, അവരുടെ നക്ഷത്രത്തിൻ്റെ, അവരുടെ ജാതകത്തിൻ്റെ, നാളിൻ്റെ ഒക്കെ പേരിലാണ്. അങ്ങനെയൊന്നുമല്ല. എല്ലാ ജീവികളും ഭൂമിയിൽ അല്ലാഹു തആല സൃഷ്ടിച്ചതാണ്. ബാക്കിയുള്ളതൊക്കെ വെള്ളത്തിൽ നിന്നാണെങ്കിൽ മനുഷ്യനെ മണ്ണിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശ്രേഷ്ഠതയുടെ നിരാകരണമായിട്ട് പറയുന്നത് കാണാൻ കഴിയും. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ് ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ അജമിയ്യിൻ അലാ അറബിയ്യിൻ. അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബി തഖ്വ, ദൈവഭക്തി കൊണ്ടല്ലാതെ. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ്. അഥവാ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ
യോഗ്യതകൾ അവകാശപ്പെടാൻ ആർക്കുമില്ല. ഒരു മനുഷ്യനും അങ്ങനെ ഒരു അവകാശവാദത്തിന് അർഹതയില്ല. ഇത് വ്യക്തമാക്കുന്നുണ്ട് ഈ പറഞ്ഞ കാര്യം. മൂന്നാമത്തേത്, മനുഷ്യൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ആ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് മഹത്വം കൈവന്നത് എങ്ങനെയാണ്? അത് ജന്മം കൊണ്ടല്ല, പിന്നെ എങ്ങനെയാണ്? അത് താഴെ വ്യക്തമാക്കുന്നുണ്ട്. ഈ മണ്ണ് കൊണ്ടുണ്ടായ മനുഷ്യൻ മറ്റു സൃഷ്ടികളെക്കാളെല്ലാം മേന്മ അവകാശപ്പെടാൻ പറ്റുന്നതാകുന്നത് എങ്ങനെയാണ് എന്ന് അത് താഴെ വിവരിക്കാം. ഏതായാലും ഈ ആയത്തിൽ പറയുന്നത് ഇതൊക്കെയാണ്, മനുഷ്യൻ്റെ ഉത്ഭവത്തിൻ്റെ യാഥാർത്ഥ്യം. അത് കളിമണ്ണിൻ്റെ അംശമാണ് എന്ന് ഇന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. മനുഷ്യൻ്റെ ഭൗതിക ശരീരം അത് പരിശോധിച്ചാൽ അതിൽ കാണാൻ കഴിയുന്നത് മണ്ണിൻ്റെ അംശങ്ങൾ തന്നെയാണ്. ഇരുമ്പ്, അതുപോലെ ചെമ്പ്, പിന്നെ സ്വർണം, പിന്നെ അതുപോലെ മഗ്നീഷ്യം, സിങ്ക്, ഫോസ്ഫറസ്, ഇങ്ങനെയൊക്കെ തുടങ്ങി മണ്ണിൽ നിന്ന് കിട്ടുന്നതല്ലാത്ത ഒരംശവും മനുഷ്യൻ്റെ ഭൗതിക ശരീരത്തിലില്ല. വെള്ളം ഒക്കെ ഈ മണ്ണിൻ്റെ ഭാഗമായി ഭൂമിയിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങൾ തന്നെയാണ്. ചില പണ്ഡിതന്മാർ ആദം എന്ന വാക്കിന് പോലും അർത്ഥം മണ്ണാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതാണ് മനുഷ്യൻ്റെ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനം. പിന്നെ അവിടെ വേറൊരു സൃഷ്ടിയെ കൂടി പറയുന്നുണ്ട് അല്ലാഹു തആല. അത് മനുഷ്യൻ്റെ ശത്രുവിൻ്റെയാണ്. വൽ ജാന്ന, ജിന്നുകളെ, ഖലഖ്നാഹു മിൻ ഖബ്ലു മിൻ നാരിസ് സമൂം, അതിനെ നാം തീജ്വാലയിൽ നിന്ന് മുമ്പ് സൃഷ്ടിച്ചിരിക്കുന്നു. അഥവാ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ പിന്നെ കാറ്റുപോലെ വീശുന്ന തീയിൽ നിന്നാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അതാണ് നാരിസ്സമു എന്ന് പറഞ്ഞത്, അഥവാ തീജ്വാലയിൽ നിന്നാണ്. മറ്റൊരിടത്ത് സൂറത്തുർ റഹ്മാനിൽ ഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ, ജിന്നുകളെ തീജ്വാലയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട്. ഇവിടെ സമൂം എന്ന് പറയുന്നത് എന്തിനാണ്? സ്വന്തമായി ഒരു രൂപമില്ലാത്ത, കാറ്റെങ്ങനെയാണോ അങ്ങനെയാണ് തീ വറക്കുക, ഇങ്ങനെയുള്ള തീജ്വാലയിൽ നിന്ന് അഥവാ എനർജി പ്രവാഹത്തിൽ നിന്ന് എന്ന് ആധുനിക ഭാഷയിൽ പറയും. അതിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ മനുഷ്യനും ജിന്നുകളും തമ്മിലുള്ള പാരസ്പര്യത്തിലാണ് പിന്നീട് ഉള്ള മനുഷ്യൻ്റെ ചരിത്രം തന്നെ മുന്നോട്ട് പോകുന്നത്. രണ്ടു കൂട്ടരെയും സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, സൂറത്തു ദാരിയാത്തിൽ. എനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി, അഥവാ എൻ്റെ അടിമകളായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യനെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നെ യജമാനനായി സ്വീകരിച്ച് എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എന്നെ ആരാധിച്ച് ജീവിക്കലാണ് മനുഷ്യൻ്റെ പണി. മനുഷ്യന് ചെയ്യാൻ പാടുള്ളത്, അള്ളാഹുവിൻ്റെ യജമാനൻ എന്ന നിലയിൽ ചെയ്യാൻ പാടുള്ളത്. അവൻ ചെയ്യാൻ പാടില്ലാത്തത്, അള്ളാഹു വിരോധിച്ചതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തത് ആയ കാര്യങ്ങൾ. ഇങ്ങനെയാണ് മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടിമയായിട്ടാണ് ജീവിക്കേണ്ടത്. ജിന്നുകളും അങ്ങനെ തന്നെയാണ്. ആ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യനെ പിന്നെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുവന്നത് എങ്ങനെയാണ്? ആ കഥ വിവരിക്കുകയാണ്. നേരത്തെ സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ അറാഫിലും ഒക്കെ വ്യത്യസ്ത കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ ഇത് പറയുന്നത് മനുഷ്യൻ്റെ ഉത്ഭവം പറഞ്ഞത് മനുഷ്യനോട് ഇബ്ലീസ് സ്വീകരിച്ച അതേ നിലപാടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജൂതന്മാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അവിടെ അത് പറഞ്ഞത്. സൂറത്തുൽ അറാഫിൽ മൊത്തം ചരിത്രം പറയുന്ന കൂട്ടത്തിലാണ്, പിന്നെ എല്ലാ നബിമാരുടെയും ചരിത്രം പറയുന്ന കൂട്ടത്തിലാണ് ആദം അലൈഹിസ്സലാമിൻ്റെ കഥ എന്ന നിലയിൽ അവിടെ പറഞ്ഞത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും പറയുന്നതിനുള്ള ഓരോ ഉണ്ടാകും, ഓരോ കഥയാണെങ്കിലും. ഇവിടെ പറയുന്നത് മനുഷ്യനോട് കൽപ്പിക്കാൻ അള്ളാഹുവിന് തീർച്ചയായും അധികാരമുണ്ട്. കാരണം ആ കൽപ്പനയൊക്കെ യാഥാർത്ഥ്യമാണ് എന്നാണ് മുകളിൽ പറഞ്ഞത്. ഇനി അത് അങ്ങനെ കൽപ്പിക്കാൻ അധികാരമുണ്ട്. മനുഷ്യൻ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. മനുഷ്യനെ അവൻ സ്വയം അവകാശപ്പെടുന്നത് പോലെ മഹത്വപൂർണമായ ഒരു സൃഷ്ടിയാക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അല്ലാഹു തആല തന്നെയാണ് വിവരിക്കുന്നത്. അഥവാ മുകളിൽ പറഞ്ഞത് അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇവിടെ ഈ കഥ
പറയുന്നത്. വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പരാമർശിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദ്റാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.